ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവരും കേക്കൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഞാനിന്ന് ഒരു സിമ്പിളായൊരു കേക്കാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണം, ശർക്കര വേണം, പാൽ വേണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചു, അതിലേക്ക് ഒരു കപ്പ് പാലൊഴിക്കുക. അപ്പോൾ ഇതിൽ കോഴിമുട്ടയൊന്നും വേണ്ട. അതേപോലെ എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, പിന്നെ മൈദയില്ല, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ശർക്കരയാണ് എടുക്കണത് കേട്ടോ. ശർക്കര നമ്മൾ പൊടിച്ചു വെച്ച ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പാലൊഴിച്ചു, ഒരു കപ്പ് ശർക്കര. അപ്പോൾ അത് തിക്കായ ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത് കേട്ടോ. അപ്പോൾ അത് പൊടിയാണെങ്കിൽ ഒരു കപ്പ് എടുത്തോ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ശർക്കര തന്നെ പൊടിച്ചെടുത്തതാണ്, വെറുതെ അമ്മിമ്മലിട്ട് കൊത്തിയിട്ട് പൊടിച്ചെടുക്കില്ലേ, അങ്ങനെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ്, 1/4 കപ്പ് ഒലിവ് ഓയിൽ. ഇത് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ശർക്കര അലിഞ്ഞ് ചേരണം, അത്ര തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. അപ്പോൾ അത്രയും നമ്മൾക്കൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ കട്ടയും അലിഞ്ഞ് ചേരണം, അത്രയേ ഉള്ളൂ. സ്പൂൺ വെച്ചിട്ടായാലും മതി, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടായാലും അതായത് നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്താൽ മതി. അതുപോലെ ഓവണിൽ വെക്കണമെന്നില്ല. നിങ്ങളൊരു കട്ടിയുള്ള പാത്രം എടുത്ത് അതിലൊരു എന്തെങ്കിലും ചോറും പാത്രത്തിൻ്റെ മൂടിയോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അത് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതിപ്പോൾ സാധാരണ നമ്മൾ യൂട്യൂബിൽ കാണുന്നതാണ്. അതിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഓവണിൽ കയറ്റാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഐറ്റംസ് കൂടെ വേണം. അതെന്ന് വെച്ചാൽ വാനില എസൻസ്, ഒരു സ്മെല്ലുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ശർക്കര ഒഴിച്ചിട്ടുണ്ട്, ഗോതമ്പിൻ്റെ ഒരു മണം വരും. അപ്പോൾ അതിന് വേണ്ടി ഏലക്കായ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ആ ശർക്കരയുടെയൊക്കെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട ഒന്നുമില്ലാതെ നിന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ബേക്കിംഗ് ട്രേയിൽ ഞാനിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്തു കേട്ടോ. ഇങ്ങനെ ചുക്കി ചുളിച്ചെടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ, റൗണ്ടിൽ ഒരെണ്ണം പിന്നെ സൈഡിൽ ഒരെണ്ണം, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എണ്ണ പുരട്ടിയതിന് ശേഷം ഇത്തിരി പൊടിയിടുക, എന്നിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ കിവി ഉണ്ട് കുറച്ച്, അപ്പോൾ നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അതൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ, ഉള്ള ഫ്രൂട്ട്സ് ഇട്ടാൽ മതി. ഡേറ്റ്സ് ഉണ്ട്, കുറച്ച് കാഷ്യൂസ് ഉണ്ട്, ബദാമുണ്ട്, പിസ്തയുണ്ട്, പിന്നെ ചെറി ഉണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങയുണ്ട്. ഇത്രയും നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കേ വേണ്ടൂ. അത് ഞാൻ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്യാം കണ്ട അപ്പോൾ അതെന്ന് വെച്ചാൽ അടിയിലേക്ക് എല്ലാം പോയി അടിയിൽ ചെന്ന് കിടക്കും അല്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ അത് മുകളിൽ നിന്ന് അത് എടുത്തിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് മതി. ഇനി നമ്മൾക്ക് ആ ട്രേയിലേക്ക് ഇതൊന്നിച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പമല്ലേ? നമ്മൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ അത് ബീറ്റ് ചെയ്യണം, അത് പതപ്പിക്കണം, അതിനൊരു പാത്രം. ഒരു കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാത്രം ഉണ്ടാവും അടുക്കളയിൽ. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മുഴുവനും പിന്നെ കഴുകി ഉണ്ടാക്കണം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ ഓവണിൽ കയറ്റി വെക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നല്ല പ്രീഹീറ്റ് ചെയ്തിടുക, അതിന് ശേഷം കയറ്റി വയ്ക്കുക. അതിന് ശേഷം ഞാൻ എടുത്തു
അത് എടുത്തിട്ട് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പൊന്തി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്തോന്നൊന്ന് കുത്തി നോക്കാം കേട്ടോ. കുത്തിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാനായി എന്നുള്ളതാണ്. അപ്പോൾ അതുമേലെ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അതായിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കിന്ന് കയറ്റി വയ്ക്കാം. കണ്ട കുറച്ച് ഒരു നടുക്കൊരു ഭാഗത്തും കൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ കയറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയായി എന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതാ ഉണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അങ്ങനെ എല്ലാവരും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി അല്ലേ, വളരെ സിമ്പിളാണ്, എളുപ്പമാണ് എന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസൊക്കെ അടിച്ചു പൊളിക്കുക. ക്രിസ്മസ് മാത്രമല്ല ന്യൂ ഇയറും കൂടെ അടിച്ചു പൊളിക്കണം അല്ലേ. ഓക്കെ, വീണ്ടും കാണാം. ബൈ.